ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രവർത്തകർ കൊടുത്തിരിക്കുന്ന കിറ്റ് നോക്കിയാൽ അവർക്കിപ്പോൾ 2 സർക്കാർ ഉണ്ടാക്കാനുള്ള അത്രയും മാനവ സേവാ പ്രവർത്തനങ്ങൾ അവർ ചെയ്തു കഴിഞ്ഞു. അല്ല, ലീഗിൻ്റെ മതേതര മാനം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് എന്നെ പോലെ ഒരാളുടെ ആവശ്യമില്ല. കാരണം ലീഗ് നടത്തുന്ന എല്ലാ പ്രവർത്തനവും ബൈത്തുർ റഹ്മാൻ എന്ന് പറഞ്ഞ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മാരകമായി തുടങ്ങിയ ഭവന നിർമ്മാണ പദ്ധതിയുണ്ട്. 10,000-ലധികം വീടുകൾ കൊടുത്തതിൽ 3,000-ഓളം വീടുകൾ അമുസ്ലിങ്ങൾക്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ അവർ മതേതരത്വം കാണിക്കാനെന്ന് പറഞ്ഞിട്ടൊരു ഒരു ബോർഡ് പോലും വെച്ചിട്ടില്ല. അതേപോലെ അവർ കൊടുക്കുന്ന റമദാൻ കിറ്റ് കൊടുക്കുന്ന കാര്യത്തിലാവട്ടെ, സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാവട്ടെ, KMCCയുടെ പ്രവർത്തനത്തിലാവട്ടെ, ഗൾഫിലൊക്കെ എത്രയോ ഹിന്ദു വിഭാഗം KMCCയുടെ സേവനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എത്രയോ കാലങ്ങളായിട്ട്. അവർ മതേതരമാണ്, അവർ പ്രവർത്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. എത്രയോ പ്രവർത്തനങ്ങളിൽ അത് ഇപ്പം തന്നെ വയനാട്ടിൽ കൊടുത്ത വീടുകളിൽ എത്ര മുസ്ലിങ്ങൾക്ക് വീട് കിട്ടിയിട്ടുണ്ടെന്ന് അന്വേഷിച്ച് നോക്കൂ. അതിനൊന്നും ഒരു പ്രത്യേകമായിട്ട് ഞങ്ങളിതാ മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും വീട് കൊടുത്തു എന്നിട്ട് ഒരു PR വർക്കും ഈ നാണം കെട്ട ഇപ്പോഴത്തെ സർക്കാരിനെ പോലെ ചെയ്തിട്ടില്ല. അവർ പൊതുപണം എടുത്തിട്ടില്ല, അവരുടെ പ്രവർത്തകർ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അവർ പുറത്തുനിന്ന് പണം പിരിച്ചിട്ടില്ല, അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ മാത്രമേ പണം പിരിച്ചിട്ടുള്ളൂ. അത്തരത്തിൽ അത്ഭുതകരമായ മതേതര പ്രവർത്തനങ്ങൾ വാക്കിലല്ലാതെ പ്രവൃത്തിയിൽ അവർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ ചെന്നിട്ട് വേണ്ട മതേതരം കാണിക്കാൻ. ഞാൻ ചെല്ലുന്നതോടുകൂടി അവർക്ക് എന്താ പറയുക, ഇല്ല ഇവിടെ സ്നേഹം അസ്തമിച്ചിട്ടില്ല, ഇവിടെ ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഇത് ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരുണ്ട്. അവർക്ക് പ്രത്യക്ഷത്തിൽ അതിൽ ചേരണമെന്ന ആഗ്രഹമുണ്ട്, ഭയം കൊണ്ട് ചെയ്യാത്തതാണ്. നിർഭയനായ ഒരു വ്യക്തിയാണ്. എന്നെ ആദ്യം മുതലേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഞാൻ നിർഭയനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കുണ്ടല ശ്രീകൃഷ്ണ കലിത ലളിത വനമാല ജയ ജയ ദേവ